ഹലോ എവരിവൺ, വെൽക്കം ടു എ ഡ്രീം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. ഇന്ന് നമ്മൾ ഡിസ്കഷൻ ചെയ്യുന്നത് NIOS +2 പൊളിറ്റിക്കൽ സയൻസിന്റെ 16ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ലോക്കൽ ഗവൺമെന്റ് അർബൻ ആൻഡ് റൂറൽ, പ്രാദേശിക ഗവൺമെന്റ് ഗ്രാമീണ മേഖലയിലും അതേപോലെ അർബൻ മേഖലയിലും നഗര മേഖലയിലും. അപ്പൊ പ്രാദേശിക ഗവൺമെന്റിനെ കുറിച്ചാണ് നമ്മൾ ഈ 16ാമത്തെ ചാപ്റ്ററിലൂടെ പൊളിറ്റിക്കൽ സയൻസിൽ ഡിസ്കഷൻ ചെയ്യുന്നത്. അപ്പോ നമ്മള് 12, 15 ചാപ്റ്ററിലൊക്കെ നമ്മളുടെ സുപ്രീം കോർട്ടിനെയും ഹൈക്കോർട്ടിനെയും പറ്റിയാണ് മനസ്സിലാക്കിയത്. ഇനി ഈ ഒരു ചാപ്റ്ററിലൂടെ ലോക്കൽ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ പ്രാദേശിക ഗവൺമെന്റുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മുടെ ഗ്രാമീണ മേഖലയിലും നഗര മേഖലയിലും ഒരു പ്രാദേശിക ഗവൺമെന്റ് പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്രാദേശിക ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ചും പ്രാദേശിക ഗവൺമെന്റിനെ ഏതൊക്കെ തരത്തിൽ തരംതിരിച്ചിട്ടുണ്ട് എന്നും നഗരപഞ്ചായത്തുകളെ കുറിച്ചും ഗ്രാമപഞ്ചായത്തുകളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ ഡിസ്കഷൻ ചെയ്യുന്നത്. അതില് നഗരപഞ്ചായത്തായിരിക്കുമ്പോൾ ഭേദഗതി വരിക 74ാം ഭേദഗതി ആയിരിക്കും. ഗ്രാമപഞ്ചായത്തുകളെ കുറിച്ചായിരിക്കുമ്പോൾ ഭേദഗതി വരിക 73ാം അമെന്റ്മെന്റ് പ്രകാരമായിരിക്കും. അപ്പോ ഇത്രയും കാര്യങ്ങള് ഈ നഗരമേഖലയിലുള്ള പ്രാദേശിക ഗവൺമെന്റിനെ കുറിച്ചും ഗ്രാമമേഖലയിലുള്ള പ്രാദേശിക ഗവൺമെന്റിനെ കുറിച്ചുമാണ് നമ്മളിവിടെ ഡിസ്കഷൻ ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ അതില് ആദ്യം നമുക്ക് ജനസംവിധാനത്തെ കുറിച്ച് അറിയണം. ജനസംവിധാനം എന്ന് പറയുമ്പോൾ പ്രാദേശിക ഭരണ സംവിധാനം ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിന് ആവശ്യമായ അടിസ്ഥാന സേവനങ്ങൾ നൽകുന്നു. നഗരപ്രദേശങ്ങളിൽ മുനിസിപ്പാലിറ്റികളും മുനിസിപ്പൽ കോർപ്പറേഷനുകളും സജീവമായി പ്രവർത്തിക്കുന്നു. ഇപ്പൊ പ്രാദേശിക ഭരണ സംവിധാനം എന്ന് പറയുന്നത് ദൈനംദിന ജീവിതത്തിലെ ജനങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ അടിസ്ഥാന സേവനങ്ങൾ ഉറപ്പു നൽകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രാദേശിക ഗവൺമെന്റുകളെയൊക്കെ രൂപം കൊടുത്തിട്ടുള്ളത്. നഗരപ്രദേശങ്ങളിലും മുനിസിപ്പാലിറ്റികളിലും മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും സജീവമായി പ്രവർത്തിക്കാൻ ഏതിനു കഴിയുന്നു? പ്രാദേശിക ഗവൺമെന്റിന് കഴിയുന്നു. അതാണ് ജനസേവന സംവിധാനം എന്ന് പറയുന്നത്. പിന്നെ ഭരണഘടനാ പദവി എന്ന് പറയുമ്പോൾ ഗ്രാമപ്രദേശങ്ങളിൽ ജനാധിപത്യം ഉറപ്പാക്കാൻ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു. അത് നമുക്കറിയാം. ഇപ്പൊ നമുക്കിവിടെ ഇലക്ഷൻ കഴിഞ്ഞിരുന്നു. 2025-26 കാലഘട്ടത്തിലായിട്ട് നമ്മൾക്ക് 2025 പഞ്ചായത്തിലേക്കുള്ള ഇലക്ഷൻ നടന്നത്. 26 നമുക്ക് സംസ്ഥാന നിയമസഭയിലേക്കും ഇലക്ഷൻ നടന്നു. MLA സീറ്റുകളിലേക്കൊക്കെ ഇലക്ഷൻ നടന്നു. അപ്പൊ നമുക്കറിയാം, ഗ്രാമപ്രദേശങ്ങളിലെ ജനാധിപത്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് ഒരു പ്രാദേശിക ഗവൺമെന്റിന് രൂപം കൊടുക്കുന്നത്. ഗ്രാമപ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളിലും ജനാധിപത്യം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് പ്രാദേശിക ഗവൺമെന്റിന് രൂപം കൊടുക്കുന്നത്. അതിലെ 73, 74 ഭരണഘടനാ ഭേദഗതികൾ പ്രാദേശിക സ്വയം ഭരണത്തിന് ചരിത്രപരമായ അംഗീകാരം നൽകി. അപ്പോ നമ്മളുടെ ഈ ഒരു പ്രാദേശിക ഗവൺമെന്റിന് രൂപം കൊടുത്ത 2 ഭേദഗതികളാണ് ഏതൊക്കെ? 73ാം ഭേദഗതിയും 74ാം ഭേദഗതിയും. 73ാം ഭേദഗതിയും 74ാം ഭേദഗതിയുമാണ് നമ്മളുടെ ഗ്രാമീണ മേഖലയിലും നഗര മേഖലയിലും പ്രാദേശിക ഗവൺമെന്റിന് രൂപം കൊടുത്ത ഭേദഗതികൾ. ഇനി നമുക്ക് ഒരു നഗര പ്രാദേശിക ഭരണ സംവിധാനത്തെ കുറിച്ച് നോക്കാം. നഗരപഞ്ചായത്ത് അപ്പൊ നമുക്കറിയാം, പ്രാദേശിക ഗവൺമെന്റ് തന്നെ നഗരമുണ്ട് ഗ്രാമമുണ്ട്. ആദ്യം നമുക്ക് നഗരം നോക്കാം. നഗര പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ വളരുന്ന നഗരപ്രദേശങ്ങളിലെ ഭരണസമിതി ആയിരിക്കും. മുനിസിപ്പാലിറ്റി, അതായത് ഈ നഗരപഞ്ചായത്ത് തന്നെ 2 ഉണ്ട്. മുനിസിപ്പാലിറ്റി ഉണ്ട്, മുനിസിപ്പൽ കോർപ്പറേഷനും ഉണ്ട്. മുനിസിപ്പാലിറ്റി അറിയാവുമ്പോൾ ചെറിയ നഗരപ്രദേശങ്ങളിലെ ഭരണ സംവിധാനമായിരിക്കും. ഇപ്പൊ നമ്മൾ ആദ്യം പഠിക്കുന്നത് 74ാം ഭേദഗതിയിൽ വരുന്ന നഗര പ്രാദേശിക ഭരണ സംവിധാനത്തെ കുറിച്ചാണ്.
അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിൽ വെറും പ്രാദേശിക ഗവൺമെന്റിനെ കുറിച്ചാണ് ടീച്ചർ പറഞ്ഞു തരുന്നത്. അതിൽ നഗരമേഖലയിലും ഉണ്ട് പ്രാദേശിക ഗവൺമെന്റ്, ഗ്രാമീണ മേഖലയിലും ഉണ്ട് പ്രാദേശിക ഗവൺമെന്റ്. നഗരമേഖലയിലുള്ള പ്രാദേശിക ഗവൺമെന്റിനെ അറിയപ്പെടുക ഏത് പേരിലാണ്? നഗര പ്രാദേശിക ഭരണ സംവിധാനം. ഗ്രാമീണ മേഖലയിലുള്ള ഇതിനെ ത്രിതല പഞ്ചായത്ത് എന്നാണ് അറിയപ്പെടുക. നഗരമേഖലയിലുള്ള പ്രാദേശിക ഗവൺമെന്റ് ഏത് ഭേദഗതിയിലാണ് വരിക? 74-ാം ഭേദഗതിയിലാണ് നഗരമേഖലയിലുള്ള പ്രാദേശിക ഗവൺമെന്റ് ഉൾപ്പെടുന്നത്. അതുകൊണ്ട് നഗരപഞ്ചായത്ത് എന്ന് പറയുന്നത് വളരുന്ന നഗരപ്രദേശങ്ങളിലെ ഭരണസമിതിയാണ്. വളരുന്ന നഗരപ്രദേശങ്ങളിലെ ഭരണസമിതിയെയാണ് നഗരപഞ്ചായത്ത് എന്ന് പറയുക. അതേപോലെ തന്നെ നഗരപഞ്ചായത്തിന് 2 രീതിയുണ്ട്. മുനിസിപ്പാലിറ്റി ഉണ്ട്, മുനിസിപ്പൽ കോർപ്പറേഷനും ഉണ്ട്. മുനിസിപ്പാലിറ്റി ആയിരിക്കുമ്പോൾ ചെറിയ നഗരപ്രദേശങ്ങളിലെ ഭരണ സംവിധാനമായിരിക്കും. മുനിസിപ്പൽ കോർപ്പറേഷൻ ആയിരിക്കുമ്പോൾ വലിയ നഗരങ്ങളിലെ ഭരണസമിതി ആയിരിക്കും. മാത്രമല്ല മുനിസിപ്പാലിറ്റി ആയിരിക്കുമ്പോൾ ചെയർമാൻ ആയിരിക്കും അവിടുത്തെ അതിന് നേതൃത്വം കൊടുക്കുന്ന ഭരണാധികാരി. ചെയർമാന്റെ നേതൃത്വത്തിലുള്ള കൗൺസിലേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക മുനിസിപ്പാലിറ്റിയിൽ. എന്നാൽ മുനിസിപ്പൽ കോർപ്പറേഷൻ ആയിരിക്കുമ്പോൾ മേയർ ആയിരിക്കും ഭരണ സംവിധാനം കൈകാര്യം ചെയ്യുന്നത്. മാത്രല്ല ഈ നഗരപ്രദേശങ്ങളുടെ പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? കുടിവെള്ള പ്രശ്നങ്ങള്, റോഡുകള്, ശുചിത്വം, തെരുവ് വിളക്ക് സ്ഥാപിക്കല്, ആരോഗ്യ സംരക്ഷണം, ഇതിനൊക്കെയാണ് നഗരപ്രദേശങ്ങൾ കൂടുതലായിട്ട് പ്രാധാന്യം നൽകാറുള്ളത്. അതേപോലെ തന്നെ 74-ാം ഭരണഘടനാ ഭേദഗതിയിലാണ് നഗരപ്രദേശങ്ങളുടെ പ്രാദേശിക ഗവൺമെന്റ് ഉൾപ്പെടുന്നത്. നഗരപ്രദേശങ്ങളിലെ പ്രാദേശിക ഗവൺമെന്റ് ഉൾപ്പെടുന്നത് ഭേദഗതി 74 ഭരണഘടനാ പദവി. നഗര സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരവും സ്ഥിരതയും നൽകി. അപ്പോ ഈ നഗരപ്രദേശങ്ങളിലെ പ്രാദേശിക ഗവൺമെന്റിന്റെ ഭരണഘടനാ പദവി എന്ന് പറയുന്നത് എങ്ങനെയാണ്? നഗര സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരവും സ്ഥിരതയും നൽകി. മാത്രല്ല സംവരണവും കാലാവധിയൊക്കെ എങ്ങനെയാണ്? നമുക്കറിയാം നഗരപ്രദേശങ്ങളിലെ പ്രാദേശിക ഗവൺമെന്റ് രൂപീകരിക്കുമ്പോൾ SC/ST വിഭാഗങ്ങൾക്കും സ്ത്രീകൾക്കും 1/3 സംവരണം നൽകുന്നു. കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. അപ്പൊ നഗരപ്രദേശങ്ങളില് തെരഞ്ഞെടുപ്പ് വരികയാണെന്ന് വിചാരിക്കുക. അപ്പൊ നഗരപ്രദേശങ്ങളിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ നഗരപ്രദേശങ്ങളിൽ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് 1/3 ഭാഗം വനിതാ വാർഡും ഉണ്ടായിരിക്കണം, SC/ST വാർഡും ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് പറയുന്നത് സംവരണം എന്ന് പറയുന്നത് SC/ST വിഭാഗക്കാർക്കും അതേപോലെ വനിതകൾക്കും വനിതാ വാർഡ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ നഗരപ്രദേശങ്ങളിലെ ജനാധിപത്യ സംവിധാനം നടപ്പാക്കുമ്പോൾ, നഗരപ്രദേശങ്ങളിലെ പ്രാദേശിക ഗവൺമെന്റ് നടപ്പാക്കുമ്പോൾ അവിടെ സ്ത്രീകൾക്കും 1/3 സംവരണം നൽകുന്നുണ്ട്, SC/ST വിഭാഗക്കാർക്കും 1/3 സംവരണം നൽകുന്നുണ്ട്. അപ്പോ അതേപോലെ തന്നെ നഗരപ്രദേശങ്ങളിലെ പ്രാദേശിക ഗവൺമെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും സാമ്പത്തിക കൈകാര്യങ്ങൾ ധനകാര്യ കമ്മീഷനുമാണ് നിർവഹിക്കുക. ഇപ്പൊ നഗരപ്രദേശങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടത്താന് മുൻകൈ എടുക്കുന്നത് ആരാണ്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും അവിടുത്തെ നഗരപ്രദേശങ്ങളിലെ തെരഞ്ഞെടുപ്പുമായിട്ടുള്ള സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക ധനകാര്യ കമ്മീഷനുമാണ്. അപ്പൊ കുട്ടികളെ, നിങ്ങളോട് നഗര പ്രാദേശിക ഭരണ സംവിധാനത്തെ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഈ ഇത്രയും കാര്യങ്ങൾ വെക്കുക, പിന്നെ ഈ 74-ാം ഭരണഘടനാ ഭേദഗതിയിലാണ് വരികയെന്ന് വെക്കുക, അതിന്റെ പദവി വെക്കുക, സംവരണം വെക്കുക, കാലാവധി വെക്കുക, കമ്മീഷനുകൾ വെക്കുക. ഇനി എന്തൊക്കെയാണ് നഗരസഭകളുടെ ചുമതലകൾ എന്നാണ് പറയുന്നത്. നഗരസഭകളുടെ ചുമതല എന്ന് പറയുന്നത് കുടിവെള്ള വിതരണം ഉറപ്പാക്കുക. എല്ലാ നഗരമേഖലയിലുമുള്ള വാർഡുകളിലേക്കും കുടിവെള്ളം ഉറപ്പുവരുത്തുക, റോഡുകൾ നിർമ്മിക്കുക, തെരുവ് വിളക്കുകൾ നിർമ്മിക്കുക, ആരോഗ്യ പരിപാലനത്തിന് നേതൃത്വം കൊടുക്കുക എന്നതൊക്കെ നഗരസഭകളുടെ ചുമതലകളാണ്. ശുചിത്വം പ്രധാനമായിട്ടും നഗരസഭ മുൻകൈ എടുത്തുകൊണ്ടാണ് നമുക്ക് ഹരിതകർമ്മസേനയൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ ശുചിത്വം പാലിക്കുക, മാലിന്യ സംസ്കരണം, പൊതുജനാരോഗ്യ സംരക്ഷണ നടപടികൾക്കൊക്കെ മുൻകൈ എടുക്കുക. അതേപോലെ പൊതുസൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക, പാർക്കുകളെ, മാർക്കറ്റുകൾക്ക് രൂപം കൊടുക്കുക, പൊതു ശ്മശാനങ്ങൾക്ക് രൂപം കൊടുക്കുക, ഇതൊക്കെ നമുക്ക് നഗരസഭയുടെ ചുമതലയാണ്. അതേപോലെ വികസനം എന്ന് പറയുന്നത് സമഗ്രമായ നഗര വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുക.
ഇപ്പൊ വികസനം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? സമഗ്രമായ നഗര വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കണം. അപ്പൊ ഇതൊക്കെയാണ് നഗരസഭകളുടെ ചുമതലകളായിട്ട് അറിയപ്പെടുന്നത്. അപ്പൊ നഗരസഭകളുടെ ചുമതലകള് ഇനി കൂടുതലായിട്ട് പറയണം എന്നുണ്ടെങ്കിൽ ഇതാ, മുനിസിപ്പൽ കോർപ്പറേഷന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങള് ശുദ്ധജല വിതരണം നടത്തുക, മാലിന്യ ശേഖരണവും സംസ്കരണവും ഉറപ്പാക്കുക, റോഡുകളും പാലങ്ങളും നിർമ്മിക്കുകയും പരിപാലിക്കുകയും ചെയ്യുക, തെരുവ് വിളക്കുകൾ സ്ഥാപിക്കുകയും പരിപാലിക്കുകയും ചെയ്യുക, പൊതുജന ആരോഗ്യ സേവനങ്ങൾ നൽകുക, മലിനജല നിർമ്മാർജ്ജനവും ഡ്രെയിനേജ് സംവിധാനവും പരിപാലിക്കുക, ജനന മരണ രജിസ്ട്രേഷൻ നമുക്കറിയാം നമ്മളുടെ അതാത് നഗരപ്രദേശങ്ങളിലെ മുനിസിപ്പാലിറ്റികളിലാണ് ജനനവും മരണവും രജിസ്റ്റർ ചെയ്യണം. ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണം, മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണം. അതൊക്കെ നമ്മൾ മുനിസിപ്പാലിറ്റി വഴിയാണ് ചെയ്യാറുള്ളത് നഗരപ്രദേശങ്ങളിൽ. മുനിസിപ്പാലിറ്റി വഴിയോ മുനിസിപ്പൽ കോർപ്പറേഷൻ ആണെങ്കിൽ കോർപ്പറേഷൻ വഴിയാണോ ചെയ്യാറുള്ളത് അല്ലെ. അതേപോലെ പൊതു പാർക്കുകളെ, കളിസ്ഥലങ്ങളെ, ഉദ്യാനങ്ങളെ തുടങ്ങിയൊക്കെ സംരക്ഷിക്കുക എന്നതൊക്കെ നഗരസഭയുടെ ചുമതലകളായിട്ടാണ് പറയുന്നത് കേട്ടോ. അടുത്തതാണ് പഞ്ചായത്തി രാജ്. ഈ പഞ്ചായത്തി രാജ് സംവിധാനത്തെ കുറിച്ച് പറയുന്നതിന് മുന്നേ നമുക്ക് ഒരു ബൽവന്തറായി മേത്ത കമ്മിറ്റിയെ കുറിച്ചും അതേപോലെ തന്നെ അശോക് മേത്ത കമ്മിറ്റിയെ കുറിച്ചും അറിയണം. അപ്പൊ ഇനി നമ്മള് ബൽവന്തറായി മേത്ത കമ്മിറ്റിയും അശോക് മേത്ത കമ്മിറ്റിയും പറഞ്ഞതിന് ശേഷം പഞ്ചായത്തി രാജ് സംവിധാനം പറഞ്ഞുതരാം. ഇപ്പൊ കുട്ടികളെ, പ്രാദേശിക ഗവൺമെന്റുകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കഷൻ ചെയ്യുന്നത്. ആ പ്രാദേശിക ഗവൺമെന്റിലെ നഗരപ്രദേശത്തിലെ ഗവൺമെന്റിനെ കുറിച്ച് ടീച്ചർ പറഞ്ഞു തന്നു. നഗരപ്രദേശത്തിലെ ഗവൺമെന്റ് എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനുമാണ്. മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും വരുന്ന നഗരപ്രദേശത്തിലുള്ള പ്രാദേശിക ഗവൺമെന്റ് 74-ാം ഭേദഗതിയിലാണ് ഉൾപ്പെടുക. അവരുടെ ചുമതലകൾ എന്തൊക്കെയാണ് എന്നൊക്കെ ടീച്ചർ വ്യക്തമാക്കി തന്നു. ഇനി നമ്മൾ പഞ്ചായത്ത് സമിതിയെ കുറിച്ച് പറയുമ്പോൾ 2 തരത്തിലുള്ള പഞ്ചായത്ത് സമിതി ഉണ്ട്. അശോക് മേത്ത കമ്മിറ്റി ഉണ്ട്, അതേപോലെ തന്നെ പിന്നെ ഏതാണ് ബൽവന്തറായി മേത്ത കമ്മിറ്റി ഉണ്ട് കേട്ടോ. അതില് ബൽവന്തറായി മേത്ത കമ്മിറ്റി 1957 രൂപീകരിച്ചത്. ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം ശുപാർശ ചെയ്തത് ബൽവന്തറായി കമ്മിറ്റിയാണ്. ആ ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, ജില്ലാ പരിഷത്ത്. അപ്പൊ ഒരു ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പാക്കാന് നേതൃത്വം കൊടുത്ത കമ്മിറ്റി ഏതാണ്? ബൽവന്തറായി മേത്ത കമ്മിറ്റി. എന്നാണ് അത് രൂപം കൊണ്ടത്? 1957. ത്രിതല പഞ്ചായത്ത് രാജ് പറഞ്ഞാൽ എന്താ? 3 ടയർ സിസ്റ്റം എന്നാ പറയാ. നിങ്ങളോട് 3 ടയർ സിസ്റ്റം എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാല് ലോക്കൽ ഗവൺമെന്റിലെ 3 ടയർ നെയിം ദ 3 ടയർ സ്ട്രക്ചർ ഓഫ് പഞ്ചായത്ത് രാജ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് 3 ടയർ സിസ്റ്റം എന്ന് പറയുന്നത്? ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, ജില്ലാ പരിഷത്ത്. നിങ്ങളുടെ ഗൈഡിലെ ചാപ്റ്റർ 16 പേജ് നമ്പർ 117, 18 പേജുകളിൽ ഇതിനെ കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ റെക്കോർഡിങ് കേട്ടതിന് ശേഷം നിങ്ങൾ ഗൈഡ് വായിച്ചു നോക്കിയാൽ മതി. അപ്പൊ ത്രിതല പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് വരും, പഞ്ചായത്ത് സമിതി ബ്ലോക്ക് പഞ്ചായത്ത് വരും, ജില്ലാ പരിഷത്ത് വരും. മാത്രമല്ല പഞ്ചായത്ത് സമിതിക്കായിരിക്കും പ്രധാന പങ്കുണ്ടായിരിക്കുക. ഗ്രാമപഞ്ചായത്തിന് നേരിട്ടിട്ടുള്ള തെരഞ്ഞെടുപ്പായിരിക്കും. അധികാരവും സാമ്പത്തിക വിഭവങ്ങളും പഞ്ചായത്തുകൾക്ക് നൽകണം. ജനപങ്കാളിത്തവും വികേന്ദ്രീകരണവുമാണ് ഇവിടെ ലക്ഷ്യമാക്കുന്നത്. എന്നാൽ അശോക് മേത്ത കമ്മിറ്റി 1977 അശോക് മേത്ത കമ്മിറ്റിക്ക് രൂപം കൊടുത്തല്ലേ. അപ്പൊ 1977 അശോക് മേത്ത കമ്മിറ്റിക്ക് രൂപം കൊടുത്തത്. അതില് ദ്വിതല പഞ്ചായത്ത് രാജ് സംവിധാനമാണ് ശുപാർശ ചെയ്തത്. ദ്വിതല. അപ്പൊ അശോക് മേത്ത കമ്മിറ്റി ശുപാർശ ചെയ്തത് ദ്വിതലവും, എന്നാല് ബൽവന്തറായി മേത്ത കമ്മിറ്റി രൂപം കൊടുത്തത് ത്രിതല പഞ്ചായത്തുമാണ് കേട്ടോ, മാറരുതേ. അശോക മേത്ത ദ്വിതലയാണ്. എന്നാ രൂപം കൊടുത്തത് 1977. അതാണ് മണ്ഡൽ പഞ്ചായത്ത്, ജില്ലാ പരിഷത്ത്. ജില്ലാ പരിഷത്തിനെ മുഖ്യ ഭരണഘടകമാക്കി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പങ്കാളിത്തം അനുവദിക്കപ്പെട്ടു. അതേപോലെ സ്ഥിരമായി തെരഞ്ഞെടുപ്പ് നടത്തപ്പെട്ടു. പഞ്ചായത്തുകൾക്ക് കൂടുതൽ സാമ്പത്തിക സ്വയംഭരണം നൽകി.
ഇതാണ് ദ്വിതല പഞ്ചായത്ത് രാജ് സംവിധാനം എന്ന് പറയുന്നത്. അപ്പൊ മക്കളെ, അശോക് മേത്ത കമ്മിറ്റിയെ ദ്വിതല പഞ്ചായത്ത് സംവിധാനം എന്നും ബൽവന്തറായി മേത്ത കമ്മിറ്റിയെ ത്രിതല പഞ്ചായത്ത് സംവിധാനം എന്നുമാണ് പറയാറുള്ളത്. ബൽവന്തറായി മേത്ത കമ്മിറ്റി 1957 രൂപീകരിച്ചത്. ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനമാണ് ഇവിടെ ശുപാർശ ചെയ്തിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, ജില്ലാ പരിഷത്ത്. എന്നാല് അശോക് മേത്ത കമ്മിറ്റി രൂപീകൃതമായത് 1977. അതൊരു ദ്വിതല പഞ്ചായത്ത് സംവിധാനമായിട്ടാണ് അറിയപ്പെടുന്നത്. മണ്ഡൽ പഞ്ചായത്ത്, ജില്ലാ പരിഷത്ത്. പിന്നെ എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകത? ജില്ലാ പരിഷത്തിനെ മുഖ്യ ഭരണഘടകമാക്കി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പങ്കാളിത്തം അനുവദിക്കപ്പെട്ടു. സ്ഥിരമായി തെരഞ്ഞെടുപ്പ് നടത്തപ്പെട്ടു. പഞ്ചായത്തുകൾക്ക് കൂടുതൽ സാമ്പത്തിക സ്വയംഭരണം നൽകി. അടുത്തതാണ് പഞ്ചായത്തിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. പഞ്ചായത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പഞ്ചായത്ത് രാജ് സംവിധാനം 3 തരത്തിലാണുള്ളത് എന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? പഞ്ചായത്ത് രാജ് സംവിധാനം 3 രീതിയിലാണ്. ഗ്രാമസഭ, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് അഥവാ ശിലാപരിഷത്ത് എന്ന് പറയും. പഞ്ചായത്ത് രാജ് സംവിധാനം ഭേദഗതി ഏതിലാ വരിക? 73-ാം ഭേദഗതി പ്രകാരമാണ് പഞ്ചായത്ത് രാജ് സംവിധാനത്തെ തരംതിരിച്ചിട്ടുള്ളത്. പഞ്ചായത്ത് രാജ് സംവിധാനം ഗ്രാമസഭ കണ്ടോ, ഗ്രാമസഭ കൂടുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് അഥവാ ശിലാപരിഷത്ത് എന്ന് പറയും. അതില് ഗ്രാമസഭയാവുമ്പോ എന്തൊക്കെയാണ് പ്രാധാന്യം കൊടുക്കുക നോക്കൂ. പ്രധാനപ്പെട്ട പോയിന്റുകള്: ഗ്രാമവികസന പദ്ധതികൾക്ക് അംഗീകാരം നൽകുന്നു. അപ്പോ ഗ്രാമസഭയായിരിക്കുമ്പോൾ പ്രാധാന്യം കൊടുക്കുക ഗ്രാമവികസന പദ്ധതികൾക്കാണ് അംഗീകാരം നൽകുന്നത്. പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നു. അതേപോലെ ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുന്നു. സർക്കാർ പദ്ധതികളുടെ നടപ്പാക്കൽ നിരീക്ഷിക്കുന്നു. ജനങ്ങളുടെ പരാതികളും നിർദ്ദേശങ്ങളും പരിഗണിക്കുന്നു. ഇതൊക്കെയാണ് ഏത് ഗ്രാമസഭയുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ആയിട്ട് പറയുന്നത്. ഇപ്പൊ പഞ്ചായത്ത് രാജ് സംവിധാനത്തെ 3 തിരിച്ചിട്ടുണ്ട്: ഗ്രാമസഭ, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. ഗ്രാമസഭയായിരിക്കുമ്പോ എങ്ങനെയാണ്? ഗ്രാമവികസന പദ്ധതികൾക്കാണ് അംഗീകാരം നൽകുന്നത്. പഞ്ചായത്ത് പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുന്നുണ്ട്. സർക്കാർ പദ്ധതികളുടെ നടപ്പാക്കൽ നിരീക്ഷിക്കുന്നുണ്ട്. ജനങ്ങളുടെ പരാതികളും നിർദ്ദേശങ്ങളും പരിഗണിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഗ്രാമസഭയുടെ പ്രത്യേകത. അടുത്തതാണ് ബ്ലോക്ക് പഞ്ചായത്ത്. ബ്ലോക്ക് പഞ്ചായത്ത് ആയിരിക്കുമ്പോ എങ്ങനെയാണ്? ഗ്രാമപഞ്ചായത്തുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. ബ്ലോക്ക് തല വികസന പദ്ധതികൾ ആവിഷ്കരിക്കുകയും നടപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. കൃഷി, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഗ്രാമപഞ്ചായത്തുകൾക്ക് സാങ്കേതികവും ഭരണപരമായ സഹായം നൽകുന്നുണ്ട്. ഇതാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രത്യേകത. ഗ്രാമപഞ്ചായത്തുകളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നുണ്ട്. ബ്ലോക്ക് തല വികസന പദ്ധതികൾ ആവിഷ്കരിക്കുകയും നടപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. കൃഷി, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഗ്രാമപഞ്ചായത്തുകൾക്ക് സാങ്കേതികവും ഭരണപരമായ സഹായം നൽകുന്നുണ്ട്. അടുത്തതാണ് ജില്ലാ പഞ്ചായത്ത് അഥവാ ജില്ലാ പരിഷത്ത്. ജില്ലാതല വികസന പദ്ധതികൾ തയ്യാറാക്കുകയും നടപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്നുണ്ട്. ജില്ലാതല വിദ്യാഭ്യാസം, ആരോഗ്യം, റോഡ്, കുടിവെള്ളം തുടങ്ങിയ സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നുണ്ട്. സർക്കാർ ഫണ്ടുകൾ വിവിധ പഞ്ചായത്തുകൾക്ക് വിതരണം ചെയ്യുന്നുണ്ട്. ജില്ലയിലെ സമഗ്ര വികസനത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. ഇപ്പൊ കുട്ടികളെ, നമ്മള് പഞ്ചായത്ത് സംവിധാനത്തെ 3 തരംതിരിച്ചിട്ടുള്ളത്: ഗ്രാമസഭ എന്നും, ബ്ലോക്ക് പഞ്ചായത്ത് എന്നും, ജില്ലാ പഞ്ചായത്ത് എന്നും. അതിൽ ഗ്രാമസഭയുടെ പ്രത്യേകത എന്തൊക്കെയാണ്? ഗ്രാമവികസന പദ്ധതികൾ അംഗീകാരം നൽകുന്നു. പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നു. ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നു. സർക്കാർ പദ്ധതികളുടെ നടപ്പാക്കൽ നിരീക്ഷിക്കുന്നു. ജനങ്ങളുടെ പരാതികളും നിർദ്ദേശങ്ങളും പരിഗണിക്കുന്നു. കണ്ടോ, ഗ്രാമസഭ കൂടിയിട്ട് കണ്ടോ. അതേപോലെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രത്യേകത എന്താണ്? അതായത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്തൊക്കെയാണ് നോക്കൂ. ഗ്രാമപഞ്ചായത്തുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു.
ബ്ലോക്ക് തല വികസന പദ്ധതികൾ ആവിഷ്കരിക്കുകയും നടപ്പാക്കുകയും ചെയ്യുന്നു. കൃഷി, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നു. ഗ്രാമപഞ്ചായത്തുകൾക്ക് സാങ്കേതികവും ഭരണപരമായ സഹായം നൽകുന്നു. സർക്കാർ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നു. ഇനി ജില്ലാ പഞ്ചായത്ത് അഥവാ ജില്ലാ പരിഷത്ത് എന്ന് പറയും. ജില്ലാ പരിഷത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ നോക്കൂ. ജില്ലാതല വികസന പദ്ധതികൾ തയ്യാറാക്കുകയും നടപ്പാക്കുകയും ചെയ്യുന്നു. ബ്ലോക്ക് പഞ്ചായത്തുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്നു. ജില്ലാതല വിദ്യാഭ്യാസം, ആരോഗ്യം, റോഡ്, കുടിവെള്ളം തുടങ്ങിയ സേവനങ്ങൾ മികച്ചതാക്കപ്പെടുത്തുന്നു. സർക്കാർ ഫണ്ടുകൾ വിവിധ പഞ്ചായത്തുകൾക്ക് വിതരണം ചെയ്യുന്നു. ജില്ലയിലെ സമഗ്ര വികസനത്തിന് നേതൃത്വം കൊടുക്കുന്നു. ഇതാണ് പഞ്ചായത്തി രാജ് സംവിധാനം 3 ടയർ സിസ്റ്റത്തിലെ 3 സംവിധാനങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞത് കേട്ടോ. ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമസഭ, പഞ്ചായത്ത് രാജ് സംവിധാനം. ഇതിലെ പഞ്ചായത്ത് രാജ് എന്ന ആശയം കൊണ്ടുവന്നത് ആരാണ്? മഹാത്മാഗാന്ധിയുടെ ആണ് ഗ്രാമസ്വരാജ് എന്ന സങ്കല്പത്തിന് നേതൃത്വം കൊടുത്തത്. അപ്പൊ ഈ പഞ്ചായത്ത് രാജ് സംവിധാനം കൊണ്ടുവന്നത് ആരുടെ നേതൃത്വത്തിലാണ്? മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലായിരുന്നു. അധികാരം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഗ്രാമതല ജനാധിപത്യം ഇത് ഉറപ്പാക്കുന്നു. ബൽവന്തറായി മേത്ത കമ്മിറ്റി 3 തല സംവിധാനവും അശോക മേത്ത കമ്മിറ്റി 2 തല സംവിധാനവുമാണ് നിർദ്ദേശിച്ചിരുന്നത്. അടുത്തത് 73ാം ഭരണഘടനാ ഭേദഗതിയിൽ ആണ് ഏത് വിടുക? ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടുന്നത്. ഗ്രാമസഭയ്ക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകിയിട്ടുണ്ട്. 3 തല സംവിധാനമാണുള്ളത്. അത് ഏതൊക്കെയാണ് നമ്മള് ടീച്ചർ പറഞ്ഞു തന്നു. 3 തല സംവിധാനങ്ങൾ ഏതൊക്കെയാണെന്ന്. തെരഞ്ഞെടുപ്പ്, നേരിട്ടിട്ടുള്ള തെരഞ്ഞെടുപ്പ്, 5 വർഷത്തെ കാലാവധി. സംവരണം എന്ന് പറയുന്നത് SC ST സ്ത്രീകൾക്കും സംവരണം ഉറപ്പാക്കുന്നു. അപ്പൊ പഞ്ചായത്ത് രാജിനെ തിരിച്ചത് ടീച്ചർ പറഞ്ഞു. ഗ്രാമസഭ, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. അതേപോലെ ഗ്രാമപഞ്ചായത്തിന്റെ ചുമതലകളാണ് ടീച്ചർ പറയുന്നത്. ശുചിത്വവും കുടിവെള്ള വിതരണവും ഉറപ്പാക്കൽ. കണ്ടോ, ഗ്രാമസഭ ചേർന്നത് സ്ത്രീകളൊക്കെ. ശുചിത്വവും കുടിവെള്ള വിതരണവും ഉറപ്പാക്കല്, ആരോഗ്യ സംരക്ഷണവും പ്രാഥമിക വിദ്യാഭ്യാസവും ഉറപ്പാക്കല്, ഗ്രാമവികസന പദ്ധതികളും ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളും നടപ്പാക്കല്, പൊതുവിളക്കുകളും ഗ്രാമീണ റോഡുകളും ആരോഗ്യ പരിപാലനവും ഉറപ്പുവരുത്തുക. ഈ നഗര മേഖലയിൽ നിന്നുള്ള നഗരപ്രദേശങ്ങളിലെ പ്രത്യേകതകൾ തന്നെയാണ് എവിടെയും വരുന്നത്. ഗ്രാമപഞ്ചായത്തിന്റെയും ചുമതല എന്തൊക്കെയാണ്? ശുചിത്വം, ഗ്രാമീണ മേഖലയില് ശുചിത്വം ഉറപ്പാക്കുക, കുടിവെള്ള വിതരണം ഉറപ്പാക്കുക, ആരോഗ്യ സംരക്ഷണവും പ്രാഥമിക വിദ്യാഭ്യാസവും ഉറപ്പാക്കുക, ഗ്രാമവികസന പദ്ധതികളും ദാരിദ്ര്യ നിർമ്മാർജ്ജനവും ഉറപ്പാക്കുക, പൊതുവിളക്കുകളും ഗ്രാമീണ റോഡ് പരിപാലനവും ഉറപ്പാക്കുക. ഇനി പഞ്ചായത്തിന്റെ നികുതികൾ, വരുമാന മാർഗങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. എന്തൊക്കെയാണ് ഗ്രാമപഞ്ചായത്തിന്റെ ചുമതലകൾ എന്ന് മനസ്സിലാക്കി നമ്മൾ പഞ്ചായത്തിന്റെ വരുമാന മാർഗങ്ങൾ. പഞ്ചായത്തിന്റെ നികുതികൾ എവിടെ നിന്നൊക്കെയാണ് പഞ്ചായത്തിന് നികുതി കിട്ടുക? കെട്ടിട നികുതി, വീട് നികുതി പറഞ്ഞാൽ കെട്ടിട നികുതി, ജലനികുതി, ലേറ്റിംഗ് നികുതി എന്നിവ വഴിയൊക്കെ പഞ്ചായത്തിലേക്ക് വരുമാനം കിട്ടുന്നു. അടുത്തത് സർക്കാർ ഗ്രാന്റുകൾ. സംസ്ഥാന കേന്ദ്ര സർക്കാരുകളിൽ നിന്നും ഗ്രാന്റുകൾ പഞ്ചായത്തുകൾക്ക് കിട്ടാറുണ്ട്. അതും പഞ്ചായത്തിന്റെ വരുമാനമാണ്. അതേപോലെ ഫീസുകളും സ്വത്തുക്കളും. വിവിധ ഫീസുകള് നമുക്കറിയാം, പല ഇതിനും ഫീസൊക്കെ അടയ്ക്കണമല്ലോ അല്ലെ. ഏത് പേപ്പേഴ്സ് ശരിയാക്കണമെങ്കിൽ ഒരു ഇത്ര രൂപ ഫീസ് നമ്മൾ അടയ്ക്കേണ്ടി വരും. അപ്പൊ ഫീസുകളിൽ നിന്നും സ്വന്തം സ്വത്തുക്കളിൽ നിന്നും പൊതുവിപണിയിൽ നിന്നൊക്കെ ഉള്ള വരുമാനം പഞ്ചായത്തിലേക്കാണ് ചെല്ലാറുള്ളത്. അപ്പൊ പഞ്ചായത്തിന്റെ വരുമാനം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? കെട്ടിട നികുതി അഥവാ വീട്ടുനികുതി, ജലനികുതി, ലൈറ്റിംഗ് നികുതി, സർക്കാർ ഗ്രാന്റുകളെ, സംസ്ഥാന സർക്കാരിൽ നിന്നും കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിക്കുന്ന ഗ്രാന്റുകളെ, ഫീസും സ്വത്തുക്കളും, വിവിധ ഫീസുകൾ, സ്വന്തം സ്വത്തുക്കളിൽ നിന്നും പൊതുവിപണിയിൽ നിന്നുള്ള വരുമാനം, ഇതൊക്കെയാണ് പഞ്ചായത്തുകളുടെ വരുമാന മാർഗങ്ങൾ. അടുത്ത അതില് നമ്മള് ടീച്ചർ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞു തരുന്നത്. പ്രാദേശിക സ്വയംഭരണം എന്നാൽ എന്താണ് പ്രാദേശിക സ്വയംഭരണം എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താണ് എഴുതേണ്ടത്? ജനങ്ങളുടെ ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റാൻ പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കുന്ന ഭരണ സംവിധാനത്തെയാണ് എന്ത് പറയുക? പ്രാദേശിക സ്വയംഭരണം. ജനങ്ങളുടെ ദൈനംദിന ആവശ്യങ്ങൾ, ചോദ്യം നോക്കൂ,
വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. പ്രാദേശിക സ്വയംഭരണം എന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തെഴുതും? ജനങ്ങളുടെ ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റാൻ പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കുന്ന ഭരണ സംവിധാനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രാദേശിക സ്വയംഭരണം. ഈ നഗര സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏതൊക്കെയാ ചോദിച്ചാൽ എന്താ പറയാ? നഗര പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, മുനിസിപ്പൽ കോർപ്പറേഷൻ. നഗര സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നഗര പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും മുനിസിപ്പൽ കോർപ്പറേഷനും. പഞ്ചായത്ത് രാജ് ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? മഹാത്മാഗാന്ധിയാണ്. ത്രിതല പഞ്ചായത്ത് രാജ് നിർദ്ദേശിച്ചത് ബലവന്തറായി മേത്ത കമ്മിറ്റിയാട്ടോ. 3 ടയർ സിസ്റ്റം അഥവാ ത്രിതല പഞ്ചായത്ത് സംവിധാനം. ത്രിതല പഞ്ചായത്ത് സംവിധാനം എന്ന് പറഞ്ഞാൽ ഇതന്നെ: ഗ്രാമസഭ, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് അഥവാ ജില്ലാ പരിഷത്ത്. ഇത് നടപ്പാക്കിയത് ആരാണ്? ബൽവന്തറായി മേത്ത കമ്മിറ്റി 1957. അപ്പൊ നമ്മള് ഈ ഒരു ചാപ്റ്റർ വളരെ ചെറിയ ലളിതമായ ഒരു ചാപ്റ്ററാണ്. നമ്മൾ ജനഭരണ സംവിധാനത്തെ കുറിച്ചും ജനങ്ങൾ എന്തിനു വേണ്ടിയാണ് പ്രാദേശിക ഗവൺമെന്റിനെ തെരഞ്ഞെടുക്കുന്നതിനെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. നമുക്കറിയാം, നമ്മളെ ഗ്രാമീണ മേഖലയിലും നഗര മേഖലയിലും ഭരണകാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഒരു പ്രാദേശിക ഗവൺമെന്റ് നമുക്ക് കൂടിയേ തീരൂ. പണ്ട്, അതായത് നമുക്ക് ഈ പ്രാദേശിക ഗവൺമെന്റ് ഒക്കെ വരുന്നതിന് മുന്നേ നമുക്ക് ഗ്രാമത്തലവന്മാരുണ്ടായിരുന്നു. ആ ഗ്രാമമുഖ്യൻ, ഗ്രാമത്തലവൻ എന്നൊക്കെയാണ് അവരെ പറയുക. നാടുവാഴി എന്നൊക്കെ പറയും. നാട്ടുപ്രമാണി, നാടുവാഴി, ഗ്രാമത്തലവൻ എന്നൊക്കെയാണ് ഗ്രാമത്തിലെ മുഖ്യന്മാരെ അറിയപ്പെട്ടിരുന്നത്. പിന്നീട് നമ്മളുടെ രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് വഴിവെക്കുകയും അങ്ങനെ സ്വാതന്ത്ര്യമൊക്കെ കിട്ടിയതിനു ശേഷം 1956 കൂടി സംസ്ഥാനങ്ങൾ രൂപീകരിച്ചതോടുകൂടി പഞ്ചായത്തുകളെയും അതായത് 1957 അശോക് മേത്ത കമ്മിറ്റി, അതായത് ഒരു അശോക മേത്ത കമ്മിറ്റി എന്തിനു രൂപം കൊടുത്തു എന്നാണ് പറയുന്നത്? ഈ ഒരു ഭരണ സംവിധാനത്തിന് രൂപം കൊടുത്തു. ബൽവന്തറായി മേത്ത കമ്മിറ്റിയും അതേപോലെ തന്നെ അശോക് മേത്ത. ബൽവന്തറായി മേത്ത കമ്മിറ്റിയാണ് 3 ടയർ സിസ്റ്റത്തിന് രൂപം കൊടുത്തത് കേട്ടോ. ഒരിക്കലും മാറരുത്. ബൽവന്തറായി മേത്ത കമ്മിറ്റിയാണ് 1957 എന്തിന് രൂപം കൊടുത്തത്? ത്രിതല പഞ്ചായത്ത് രാജിന് രൂപം കൊടുത്തത്. അങ്ങനെ ഒരു ത്രിതല പഞ്ചായത്ത് രാജ് സിസ്റ്റം രൂപം കൊണ്ടു. ഗ്രാമസഭ, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയ പേരുകളിൽ ഒരു ത്രിതല പഞ്ചായത്ത് രാജ് സിസ്റ്റം രൂപം കൊണ്ടു. ഗ്രാമസഭയ്ക്ക് എന്തൊക്കെ കാര്യങ്ങളാണ്, ബ്ലോക്കിന് എന്തൊക്കെ കാര്യങ്ങളാണ്, ജില്ലാ പഞ്ചായത്തിന് എന്തൊക്കെ കാര്യങ്ങളാണ് എന്ന് ടീച്ചർ വളരെ വ്യക്തമായി പറഞ്ഞു തന്നു. അതേപോലെ തന്നെ നമ്മളുടെ ഈ ഭരണ സംവിധാനം ഗ്രാമീണ മേഖലയിലെ 73-ാം ഭേദഗതിയിലും നഗരമേഖലയാണെങ്കിൽ 74-ാം ഭേദഗതിയാണ് വരിക. നഗരപഞ്ചായത്ത് ആയിരിക്കുമ്പോൾ മുനിസിപ്പാലിറ്റിയും മുനിസിപ്പൽ കോർപ്പറേഷനും ആയിരിക്കും ഉണ്ടായിരിക്കുക. അത് 74-ാം ഭരണഘടനാ ഭേദഗതിയിലാണ് ഉൾപ്പെടുക. അതിന്റെ ചുമതലകൾ പറയുന്നത് ഇതിൽ പറയുന്ന ഈ കാര്യങ്ങളാണ്. അതേപോലെ പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് രൂപം കൊടുത്തത് മഹാത്മാഗാന്ധിജിയാണ്. അദ്ദേഹം 2 കമ്മിറ്റികളിലൂടെയാണ് ഈ ഒരു പഞ്ചായത്ത് രാജ് ആശയം കൊണ്ടുവന്നത് ഗാന്ധിജി ആണെങ്കിലും 2 രീതിയിലും മാറ്റിയത് ബൽവന്തറായി മേത്ത കമ്മിറ്റി പഞ്ചായത്ത് സംവിധാനത്തെ ത്രിതല പഞ്ചായത്ത് സംവിധാനമായിട്ടും അശോക് മേത്ത കമ്മിറ്റി അതിനെ ദ്വിതല പഞ്ചായത്ത് സംവിധാനമായിട്ടും മാറ്റിയാണ് ചെയ്തത്. ഇത് നിങ്ങള് എഴുതിയെടുക്കണം കേട്ടോ. ഈ പറഞ്ഞു തരുന്ന ക്ലാസ്സുകളൊക്കെ നന്നായിട്ട് എഴുതിയെടുക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഇതിന്റെ റെക്കോർഡിങ് ക്ലാസ് കേട്ടതിന് ശേഷം നിങ്ങളുടെ കയ്യിലുള്ള ഗൈഡ് നന്നായിട്ട് വായിക്കുക. ഈ ചാപ്റ്ററിൽ അങ്ങനെ ഒരുപാടൊന്നും മനസ്സിലാക്കാനില്ല. ഗ്രാമപ്രദേശങ്ങളിലും ഉണ്ട് പ്രാദേശിക ഗവൺമെന്റ്, നഗരപ്രദേശങ്ങളിലും ഉണ്ട് പ്രാദേശിക ഗവൺമെന്റ്. ഗ്രാമപ്രദേശത്തില് ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനമാണുള്ളത്. നഗരപ്രദേശങ്ങളിലായിരിക്കുമ്പോൾ അത് ഏതൊക്കെ രീതിയിലാണ്? മുനിസിപ്പാലിറ്റിയും മുനിസിപ്പൽ കോർപ്പറേഷനുമാണ്. അതിന്റെ നഗരഭരണ സംവിധാനത്തിന്റെ നഗരഭരണ സംവിധാനം എന്ന് പറയുന്നത് ഏത് ഭേദഗതിയിലാണ് വരിക? 74-ാം ഭരണഘടനാ ഭേദഗതിയിലാണ് വരിക. അതിൽ ആരേനൊക്കെയാണ്? SC/ST വിഭാഗത്തുനിന്നും അതേപോലെ തന്നെ വനിതാ വിഭാഗത്തു നിന്നൊക്കെ ആളുകളെ സംവരണം ചെയ്യാറുണ്ട്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നഗരപ്രദേശങ്ങളിലെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ധനകാര്യ കമ്മീഷനാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്നും മനസ്സിലാക്കിയില്ലേ?
ഇതൊക്കെ നന്നായിട്ട് മനസ്സിലാക്കുക. നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ ചുമതലയും നഗരപഞ്ചായത്തിന്റെ ചുമതലയും അതേപോലെ തന്നെ 2 തരം കമ്മിറ്റികൾ നമ്മൾ പഠിച്ചു. ബൽവന്ത് റായി മേത്ത കമ്മിറ്റിയും അശോക് മേത്ത കമ്മിറ്റിയും. അതേപോലെ മുനിസിപ്പൽ കോർപ്പറേഷന്റെ ധർമ്മങ്ങള് ചുമതലകൾ എന്തൊക്കെയെന്നും നമ്മൾ പഠിച്ചു. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസും പറഞ്ഞു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിന്റെ വീഡിയോയുമായിട്ട് കാണാം. അടുത്ത ചാപ്റ്റർ നമുക്ക് എടുക്കാനുള്ളത് 18ാമത്തെ ചാപ്റ്ററാണ്. ഈ ലെക്ചറൽ സിസ്റ്റം എന്നൊരു ചാപ്റ്ററാണ് നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. അപ്പൊ അടുത്ത ക്ലാസ്സിന്റെ ആ ചാപ്റ്ററിന്റെ വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. ഈ 16ാമത്തെ ചാപ്റ്ററിന്റെ വീഡിയോ കണ്ടിട്ട് ക്ലാസ് ഒക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ കുറിച്ചൊക്കെ കമന്റ് ഒക്കെ നൽകുക. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പേഴ്സണലി കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ ലൈവ് സെക്ഷൻ വെക്കുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസ് നടത്താവുന്നതാണ്. ഓക്കെ.